എൻ്റെ സന്മനസ്സിന് ആദ്യമായി 2005 വിരമിക്കുന്നതെങ്കിൽ ഞാൻ 2002 VRS എടുത്തു. അതാരുടെ നിർബന്ധത്തിനും ഒന്നിനുമല്ല. അധികം തോന്നി നമ്മൾ ചോറിട്ട് വയറ് നിറഞ്ഞാൽ പിന്നീടുകൾ തിന്നാൻ പറഞ്ഞാൽ നമുക്ക് സാധ്യമല്ല. അതുപോലെയുള്ള ഒരവസ്ഥയിൽ ഞാൻ നിർത്തിയതാണ്. എന്തിനാണ് നിർത്തിയതെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് ഉത്തരവുണ്ട്. ഞാൻ കൂടുതലായിട്ട് എൻ്റെ മനസ്സിനെ ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ പുറപ്പെട്ടു. നിങ്ങളെന്നെ വിശേഷിപ്പിച്ച പോലെ ആധ്യാത്മികമായിട്ട് അത്രയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കി. അതാണ് ഇന്നത്തെ സാഹചര്യം. പിന്നെ ഇന്നും അതേ സ്നേഹത്തോടെ ഞാൻ 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന ആ കുട്ടികളെ ഇന്നും എൻ്റെ കണ്ണിന് മുമ്പിൽ കാണാൻ കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞ പോലെ ഞാൻ അർത്ഥം ചെറുതായി, പ്രായം കുറച്ച് കുറഞ്ഞതില്ല. പ്രത്യേകിച്ചും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാം എൻ്റെ മക്കളെല്ലാം വളരെ സ്നേഹിക്കുന്നു. ഇന്നെനിക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും കൃഷി മാഷ് പറഞ്ഞ പോലെ കാനറ ബാങ്കിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയും ഞാൻ 2 സ്ഥലത്ത് പ്രധാനമായിട്ട് കാണുന്നത്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുട്ടി പോലും ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി പോലും എന്നെ മൈൻഡ് ചെയ്യാണ്ട് പോയിട്ടില്ല. അതെൻ്റെ എന്തോ ഒരു സന്തോഷം എന്താ പറയുന്നത്. ഒരു ടീച്ചറെ കണ്ടിട്ട് എന്തിനാണ് എന്നുള്ള ആ ഭാവത്തിൽ പഠിപ്പിച്ചൊരു കുട്ടി പോയാൽ അതിനോളം ഞങ്ങൾക്ക് അവഹേളനം മറ്റൊന്നുമില്ല. കുട്ടികളെ ഞാനിപ്പോൾ 5ാം ക്ലാസ്സിന് പറയാറുണ്ട്. നിങ്ങൾ കുറേ വലുതായി മക്കളിൽ എടുത്ത് റോഡുമെന്നൊക്കെ പറയുമ്പോൾ നമ്മളെടുക്കുക. അപ്പോൾ ഇവരൊക്കെ നാണം കുടുങ്ങി വീടുകളിലൊന്നും പറയാറ്. ഇപ്പോൾ എല്ലാവരും ഓടി വന്നതിനോട് പറയും എൻ്റെ വർത്താനം. അങ്ങനെ ആ ഒരു സമീപനം എന്നെ അങ്ങേയറ്റം പൂരിപ്പിക്കാറുണ്ട്. അമ്പലത്തിൽ ഞാൻ മിക്ക ദിവസവും ദൈവത്തിൽ ദിവസം നിന്നോട് പോകുന്നുണ്ട്. അവിടുന്ന് ഒരാളെങ്കിലും ഒരു ദിവസം കാണുന്നു. അതൊരു ഒരു മഹാഭാഗ്യം. ഒരു കുട്ടി പോലും ഇന്ന് വരെ എന്നെ കണ്ടിട്ട് തിരിഞ്ഞു നടന്നു പോയിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമാണ്. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളെ കണ്ടിട്ട് കാണാത്ത പോലെ പോകുമെന്ന് പറഞ്ഞാൽ അവർക്കത് വലിയ പ്രേമം. ഞാൻ പറഞ്ഞല്ലോ, അത് ഇന്ന് വരെ ചെയ്തിട്ടൊരു കാര്യമില്ല. പിന്നെ എല്ലാ മക്കളും ഇന്നും എൻ്റെ കണ്ണിന് മുമ്പിൽ ആ ക്ലാസ്സിൽ നിരന്നിരിക്കുന്നത്. ചില കുട്ടികൾ മാത്രം ചാലക്കരയിൽ വന്നിട്ടുണ്ട്. അവരും എന്നെ പറ്റി പറഞ്ഞു കിട്ടിയിട്ട് അറിയാം. ഏതായാലും എനിക്ക് വേറെ ഫംഗ്ഷൻ നേരത്തെ റിട്ടയർ ചെയ്ത പോലെ ഞാൻ എനിക്ക് അനുവാദം കിട്ടില്ല. പിന്നെ വേറെ വിശേഷിച്ചൊന്ന് പറയാനില്ല. ദർശനെ പറ്റി ഇവരൊക്കെ പറഞ്ഞ പോലെ എനിക്കൊരു കാര്യം പറയാം. ഞങ്ങളെ പറ്റി ഒന്നും പറയാനില്ല. ചില സ്റ്റിക്കോണായിട്ടുള്ള ചില കാര്യങ്ങൾ 6ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ബേസിക് സയൻസിൽ 150 മാർക്ക് ആദ്യമായിട്ട് ഒരു ടീച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തത് വലിയ പോരാട്ടത്തിനിടയായിട്ടുണ്ട്. പക്ഷെ എനിക്കത് മാറ്റിയിടാൻ നിവൃത്തിയില്ല. കാരണം ഒരക്ഷരം പോലും അതിൽ തെറ്റില്ലായിരുന്നു. പിന്നെ എന്തിനാ ഒരു മാർക്ക് ഞാൻ എടുക്കേണ്ട ആവശ്യം? ആ ലിബറലായിട്ട് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. ദർശനയോട് ചോദിച്ചാൽ മതി. അതാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതിയ ദർശനം ചിലപ്പോൾ എൻ്റെ മനസ്സിൽ പോകാറില്ല. ദർശനം പറയാം അത് 35ാമത്തെ പേജിൽ 4ാമത്തെ പെണ്ണിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നു. അത് അതേപോലെ പേപ്പറില്ല. പിന്നെ ഞാൻ എഴുതിയ മാർക്ക് കുറച്ചുണ്ട്. കുറച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് മാർക്ക് എന്ത് ചെയ്യണം? അങ്ങനെയാണ് അത് കൊടുക്കാനിടയായി. ഇതിപ്പോൾ A+ ഇങ്ങനെ വാരി കൊടുത്തിട്ടാണ്. ഇന്നതൊരു പ്രസക്തിയല്ല, അന്നത് വലിയ സംഭവമായി. ഏതായാലും ശരി, ഇങ്ങനെ ലിമിയെ പറ്റിയായിട്ട് വല്ല പറ്റിയോ മോടിയോ ഇങ്ങനെ കുറച്ച് പേരുകളെ ഇപ്പോൾ വായി വരും. ഇത് തീറ്റല്ലേ. അങ്ങനെ കുറേ ആളുകളെല്ലാം പേര്, പിന്നെ ബിന്ദുക്കൾ കുറേ ഏത് ബിന്ദു എന്നുള്ളത്
ഏതായാലും ശരി, ഞാനൊരു കാര്യത്തിൽ ഭാഗ്യവതിയാണ്. ഞാൻ എൻ്റെ മക്കളെ നന്നായി സ്നേഹിച്ചിട്ടുള്ളൂ. അതിൻ്റെ പ്രതിഫലം എനിക്ക് അതുപോലെ തിരിച്ചു തന്ന പലിശയാണ്. നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ മിക്കപ്പോഴും ക്ലാസ് ചിലർക്കൊക്കെ ക്ലാസ് എടുത്തതായി ഓർക്കുന്നുണ്ട്. എന്നാൽ മിക്കവർക്കും 2-3 മാസമേ ക്ലാസ് എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഓർമ്മയുള്ള ഒരുപാട് ഓർമ്മയും സ്നേഹവും പങ്കെടുത്ത ഒരുപാട് വിദ്യാർത്ഥികൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ അറിയുമോ, നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിച്ച ചില വ്യക്തികൾ, ചില വിദ്യാർത്ഥികൾ സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാരായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ കേരളത്തിൽ തന്നെ, ഞാനൊരു പ്രാവശ്യം ഒരു നടത്തം, ഒരു ഈവനിങ് സവാരിയിൽ പോവുകയാണ്. അപ്പോൾ 2 വിദ്യാർത്ഥികൾ, എനിക്ക് അവരെ മുഖം നന്നായി പരിചയപ്പെട്ടു. പേര് തൽക്കാലം മറന്നുപോയെന്ന് തോന്നുന്നു. പരിചയപ്പെട്ടു. അവരെ മിക്ക വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും അവരുടെ സൗഹൃദം പങ്കുവെക്കണമെന്ന് തോന്നാറുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ സ്വത്തും സമ്പാദ്യവും ഒന്നുമല്ല ഏറ്റവും പ്രധാനം. നിങ്ങൾ തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആ സ്നേഹവും വാത്സല്യവുമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴികാട്ടിയായി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സുഹൃത്ത് സംഗമം സംഘടിപ്പിക്കുന്നത് ദർശനയ്ക്ക് തോന്നിയ ആ ബുദ്ധി, ആ ചിന്തയെ ഞാൻ ആദ്യമായി ആദരിക്കുന്നു. ദർശനയെ എന്ന് തന്നെ പറഞ്ഞ് അഭ്യർത്ഥിച്ചാലും മതിയാവുകയില്ല. അഭിപ്രായമാണ് അവരുടെ മനസ്സിൽ ജനിച്ചത്. ഇനിയും മിക്ക ബാച്ചുകൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാവട്ടെ, ബുദ്ധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി കൂടുതൽ പറയാൻ ആഗ്രഹിക്കില്ല, കാരണം മഴയൊക്കെ വരികയാണല്ലോ. എല്ലാവരും ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും തുടർന്ന് ലഭിക്കുമാറാകട്ടെ. എല്ലാ വഴിയും കൊടുക്കട്ടെ എന്ന് ഞാൻ നമസ്കാരം. ഇങ്ങനെ ഒരു സുഹൃത്ത് സംഗമം ഒരുക്കിയതിൽ ഇതിൻ്റെ സംഘാടകരോടും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ഈ സ്നേഹോപകാരത്തിന് ഞാൻ ആർദ്രമായി നന്ദി രേഖപ്പെടുത്തുന്നു. വിദ്യാർത്ഥികളെ, കുട്ടികളെ, നിങ്ങൾ വലുതാണെങ്കിലും കൂടി കുട്ടികളായിട്ട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം എൻ്റെ മകൾ 5ാം ക്ലാസ്സിലൂടെ ചേർന്ന നിങ്ങളെ അതേ ബാച്ചിലാണ് ഞാനിവിടെ വന്നത്. പിന്നെ ഒരു 30 വർഷത്തോളം ഇവിടെ പഠിപ്പിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. പിന്നെ ഈ സ്കൂൾ എനിക്ക് ഇവരെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞതുപോലെ ഒരു സ്കൂളായിട്ടല്ല, എൻ്റെ ഒരു വീട് പോലെ തന്നെയാണ്, ഒരു തറവാട് പോലെയാണ്. എനിക്കിപ്പോഴും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ചേരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ നിങ്ങളെ ഞാൻ കൂടുതൽ സമയം പുറത്തൊക്കെ കാണാറുണ്ട്. നിങ്ങളെ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്ന ഈ സ്നേഹത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഈശ്വരൻ എല്ലാ ഭാവങ്ങളും നേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരെ, ഈ സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങളെ, സദസ്സിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ പൊതുവെ പ്രസംഗ പരിചയമില്ലാത്ത ഒരു കക്ഷിയാണ്. എനിക്ക് ആദ്യമായി ഒരു രസകരമായ സംഭവം, ഇവിടെ ഞാൻ HM-ൻ്റെ ചാർജ് എടുത്തപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ ഒരവസരം വന്നു. പ്രസംഗം നവോദയ വിദ്യാലയത്തിലെ PTA മീറ്റിംഗ് ആയിരുന്നു.
ഇവിടുത്തെ ഹെഡ് മിസ്സസിന്റെ ക്ഷണമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ഹെഡ് മിസ്സസ് അല്ല, തൽക്കാലം ഹെഡ് മിസ്സസിന്റെ ചാർജ് എടുത്തു വരികയാണ്. സ്റ്റേജിൽ മേൽ കയറുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമില്ലാതെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുസ്തഫ മാഷ് ഞങ്ങളുടെ കീഴിലുള്ള ഒരു ടീച്ചറാണ്. ഈ മുസ്തഫ മാഷ് ശരിയായി വേദി, ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കാനേ ഇഷ്ടമില്ലാത്ത കക്ഷിയാണ്. ആ കാലത്ത് വേദിയിലുള്ള ബഹുമാനിന്റെ സഹപ്രവർത്തകർ എഴുത്തന്ന് അവിടെ എന്തെല്ലാം പറയേണ്ടതെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അത് ഒരു ശ്രേഷ്ഠമായ വിദ്യാലയമാണ്. അപ്പോൾ അതാണ് വൈഹാഗർ പഠിച്ച് നന്നായി സുഖമായി പഠിച്ച് ആ സദസ്സിൽ നന്നായി പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം ഒന്ന് സ്റ്റേജിനെ നേരിടുന്നത്. അതിനുശേഷം പങ്കജാക്ഷി ടീച്ചർ എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ലക്ഷ്മി എന്തെങ്കിലും MSS എല്ലാം ആയാൽ പറയേണ്ടി വരും, നീ അസംബ്ലിയിലൊന്ന് രണ്ട് സംസാരിക്കണം. ഇപ്പം എപ്പോൾ ക്ഷണിക്കും അസംബ്ലിയിൽ എന്തെങ്കിലും സംസാരിക്കണം. ഞാൻ പറഞ്ഞ അസംബ്ലിയിലൊന്നും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ HMS ആകുന്നില്ല. അങ്ങനെ യാദൃശ്യമായി HMS ആകുന്ന ഈ സ്കൂളാണ്. HMS ആയപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മുസ്തഫ മാഷ് ശ്രമിക്കുന്നു. മുസ്തഫ എന്താ വേണ്ടത്, എന്താ പറയേണ്ടത്, ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും ഞാൻ മുസ്തഫ മാഷ് തേടി പിടിച്ച് കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കും. അങ്ങനെ ഒപ്പിച്ചെടുത്തതാണെങ്കിലും ഈ കുട്ടികളെല്ലാം ഞാൻ ബാങ്കിൽ പോയാലും ഞാൻ ഹോസ്പിറ്റലിൽ പോയാലും ഞാൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ടീച്ചർ എന്നെ പഠിപ്പിച്ചെന്ന് പറയും. 2 ദിവസം മുമ്പേ കാനറ ബാങ്ക് പോയപ്പോൾ ഒരു കുട്ടി അടിയിൽ നിന്ന് നല്ല കറുത്ത കുപ്പായിട്ട് കുട്ടി പറഞ്ഞു, കുട്ടി എഴുന്നേറ്റ് നിന്ന് ബാങ്കിൽ. ഞാൻ ഇതെന്താ മോളെ? അത് ടീച്ചർ പഠിപ്പിച്ചെന്നാ. ഓ സന്തോഷം തന്നെ. അപ്പം പിന്നെ കുറച്ച് കുടുംബ ജീവിതം എല്ലാം അന്വേഷിച്ചറിഞ്ഞ് അങ്ങനെയൊന്നും പറഞ്ഞു. ഏതോ ഒരു ദിവസം മാനന്തവാടിയിൽ ഇന്ത്യൻ കോഫി ഹൗസിന് പുറത്തിറങ്ങുമ്പോൾ ഒരു ആൺകുട്ടി എന്നോട് ചിരിച്ചു. വെച്ച് എപ്പോഴും ഇപ്പം കുട്ടികളെ പഠിപ്പിച്ച് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ ആദ്യം ചോദിച്ചു, മോനെ നീ എവിടെയാ പഠിച്ചത്? എല്ലാം ഇന്നത്തെ എന്നെ ഓർമ്മയില്ല, നിങ്ങളെ മാനന്തവാടി എൻ്റെ മകളുടെ ഇടവളക്കാരനാണ്. ഇടവളാന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലായി. പെൺകുട്ടികൾ എപ്പോൾ ഇനി എന്തെങ്കിലും ഇങ്ങനെ ചിരിച്ചാൽ ഞാൻ ചോദിക്കും എവിടെയാ പഠിച്ചതെന്ന്. പഠിച്ച ഉടനെ പറയും പള്ളൂർ ഗേൾസ് സ്കൂൾ. ഇന്ന് വരെ കുട്ടികളോടൊരു മോശമായി പെരുമാറിയെങ്കിൽ എൻ്റെ ബോധപൂർവ്വം അറിയില്ല. ഈ 5 തമിഴന്മാരുടെ ഹെഡ്മാസ്റ്റർമാരായിരുന്നു. അവരെ ഭാഷ അറിഞ്ഞൂടെ, അതുകൊണ്ട് കുട്ടികളെല്ലാം ആക്ച്വലി ഒരു മെൻസസ് പീരീഡ് എല്ലാവരും കുട്ടികൾ വേഗം ഓടി. അയാൾ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ അമ്മയെ പോലെ ടീച്ചർ വേണ്ട ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ കുട്ടികൾ വേണ്ട കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്ന ടീച്ചർ മാഗ്യപ്പെട്ടിട്ട് അമ്മേനെ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഠിപ്പിക്കുന്ന കാര്യം ബയോളജി, അത് വളരെ ചെറിയൊരു സബ്ജക്റ്റാണ്. അത് എത്രമാത്രം നന്നായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്നും എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വവിധ ആരോഗ്യവും ആയുസ്സും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതായത് കായികമായ ക്ഷമതയും മാനസികമായ ക്ഷമതയും എല്ലാം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, ആദ്യമായി നിങ്ങൾ എങ്ങനെ ഈ ഒരു സംഗമം, വിദ്യാർത്ഥി അധ്യാപക സംഗമം ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അത് പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് ഇന്ന് സോഷ്യൽ മീഡിയ, നിങ്ങൾ 25 വർഷം മുൻപ് ഇവിടെ നിന്ന് പഠിച്ചു പോയതാണ്. അതിനുശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒത്തുചേരാൻ സംഘടിപ്പിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്ന ഒരു ജനറേഷനാണ് വളരെ കൂടുതൽ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ ഈ ഉത്സവമാസം പറഞ്ഞതുപോലെ നമ്മുടെ പഴയ ഈ പണ്ട് മുതലേ പഠിച്ചിരുന്ന ഈ സ്കൂളിലെ എല്ലാ ഓൾഡ് സ്റ്റുഡൻസിനെയും അംബേദ്കർ പറഞ്ഞത് വളരെ ഉയർന്ന നിലയിൽ വർക്ക് ചെയ്തവരുടെ കാര്യങ്ങളുണ്ട്. എല്ലാവരും ഉയർന്ന നിലയിൽ എത്തിയവർ മാത്രമല്ല, എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് ഒരു ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കി നമുക്ക് ഈ വർഷത്തെ ആനുവൽ ഡേക്ക് ഒത്തുചേരാൻ സാധ്യമാവട്ടെ. ഇവിടെ ഇരിക്കുന്നതിൽ കുറച്ച് മുഖങ്ങളെ ഒക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. ദർശന പെട്ടെന്ന് കണ്ടപ്പോഴത്തെ ദർശന 2 മാസം മുന്നേ വീട്ടിൽ വന്ന് പറയുന്നത് കണ്ടപ്പോഴും
ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ആ മുഖം ഓർമ്മ വന്നു. വളരെ മെലിഞ്ഞ രൂപമായിരുന്നെങ്കിലും മുഖം വേഗം ഓർമ്മ കാണുന്നുണ്ട്. നിമ്മിയെ ഞാൻ എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മുഖങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്, എല്ലാവരെയും കാണാറില്ല. പക്ഷെ എല്ലാവരും നല്ല നിലയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. നിങ്ങൾക്ക് ഭാവിയിലും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മറ്റ് സ്കൂളുകളിൽ പോയി ഇപ്പോഴും കണ്ടത്തിൽ സെക്കൻഡറി സ്കൂളിൽ മൈക്കിൽ വരും കുട്ടികളാണ് കേട്ടോ. ഇവിടെ എത്രയോ വലിയ വലിയ ആൾക്കാരാണ്, വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വളരെ ദൂരെ വന്നിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ടീച്ചർ നിങ്ങളെ കുട്ടികളെ വിളിക്കുള്ളൂ. വിഷമമുണ്ടോ? കാരണം ഇതിപ്പോ എന്തോ ഒരു പുനർജന്മം കിട്ടിയതുപോലെയാണ് തോന്നുന്നത്. കാരണം നിങ്ങളൊക്കെ കണ്ടതുകൊണ്ട് കേട്ടോ. കാരണം ഇത് ശരിക്കും എനിക്കിന്ന് ഒഴിവാകായിരുന്നു. വേറെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു ഞാൻ. അവിടെ നിന്ന് മുങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ എന്താ പറയുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ നമ്മള് പത്മിനി ഉണ്ട് അവിടെ ഇരിക്കുന്നില്ലേ. പത്മിനി അന്ന് നല്ല കനകച്ചിലങ്ക ക്ലാസ്സിൽ മുഴുവൻ കുട്ടിക്ക് കേൾക്കാൻ വേണ്ടി ഒച്ചത് ചൊല്ലിക്കൊടുത്തായിരുന്നു. അപ്പൊ അത് ഇന്ന് ഇവിടെ വെച്ച് 2 വരി ഒന്ന് പഠിക്കും. എല്ലാവരും എന്റെ മനസ്സിലിട്ട് ആരും പോയിട്ടില്ല. കാരണം എപ്പോഴും എവിടെയെങ്കിലും കണ്ടുമുട്ടാറുണ്ട് പല കുട്ടികളെയും. കണ്ടാലൊക്കെ അന്ന് മുഴുവൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു കുട്ടിയെ ഒരിക്കൽ ബസ്സിൽ വെച്ചോ വഴിയിൽ വെച്ചോ എവിടെയെങ്കിലും കണ്ടുപിടിച്ചാൽ മതി. ടീച്ചർക്ക് അന്ന് പിന്നെ വേറെ ഒരു ഇതും വേണ്ട, സന്തോഷമായിരിക്കും. നിമ്മിയെ കാണാനും വലിയ വിഷമമുണ്ട്. ദർശന വന്നു, ദർശന അതിനൊന്ന് കണ്ടിരുന്നു. പിന്നെ ഇവരൊക്കെ കുറെ കുട്ടികളെ ഞാൻ കാണാറുണ്ട് എപ്പോഴും. അപ്പൊ അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ഇങ്ങനെയൊരു സംഭവം, ഇത്തവണ മഹത്തായ ഒരു കാര്യം ഏറ്റെടുത്ത് നിങ്ങൾ നടത്തി മറ്റുള്ളവർക്ക് കൂടി ഒരു മാർഗദർശനം കാണിച്ചു കൊടുക്കും. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. കാരണം ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ ആരോ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ശിഷ്യ ബന്ധത്തിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഒരു ചടങ്ങ് പഠിപ്പിക്കലും എല്ലാം ഒരു ചടങ്ങായിട്ട് പര്യവസാനിപ്പിക്കുക. പക്ഷെ ആ സമയത്താണ് നിങ്ങളെ കുറിച്ച് ടീച്ചർ ഓർമ്മപ്പെടുന്നത്. നമ്മുടെ ഇന്നത്തെ നിരാശയിൽ നിങ്ങളെ മുഖങ്ങൾ കണ്ടു വരുമ്പോൾ അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു മരുപ്പച്ച കഴിഞ്ഞുപോയ ഒരു ഓർമ്മ കൂട്ടുന്നവർക്ക് പറഞ്ഞില്ലേ, ആ ഒരു നല്ല നാളെ കുറിച്ച്, കഴിഞ്ഞുപോയ നല്ല ദിവസങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാ കുട്ടികളെയും കാണാൻ കഴിയും. ഇത് വന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു വലിയ നഷ്ടമായി പോകുന്നു. അതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷെ ഏതായാലും ഇപ്പൊ നിർത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ കുട്ടികളും ഇവിടെ വന്നിട്ട് പറയണം നിങ്ങളിപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു, എന്താണ്, എന്തൊക്കെയാണെന്നുള്ളത്. അത് നമുക്കൊരു സന്തോഷമായിരിക്കും കേട്ടോ എല്ലാവരും. ഈ സ്കൂളിന്റെ ഇന്നത്തെ പ്രതിനിധിയായി നമ്മോട് 2 വാക്ക് സംസാരിക്കാനായി ശ്രീ സുരേഷ് മാസ്റ്റർ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയത്തിന്റെ പടികളിലേക്ക് പോയ നിങ്ങൾക്ക് ആ 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിതത്തേക്കാൾ മനോഹരമാണ് ആ ദിവസങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഈ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാറുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഒരു വർഷം മുമ്പ് മകി JNHS അധ്യാപകനായി ജോലി ചെയ്തിരുന്നു ഞാൻ. അപ്പോഴെല്ലാം ഈ സ്കൂള് റോഡുകളിൽ സ്കൂൾ വിട്ട സമയത്ത് രാവിലെ നിറഞ്ഞൊഴുകുകയായിരുന്നു കളി. എത്രയോ കുട്ടികൾ റോഡിന്റെ എന്താ പറയണ്ടത് ഇടതുവശത്ത് ചേർന്ന് പോകണം അവരെയൊന്നും അറിയാതെ പോയിരുന്നവരായിരുന്നു കളി. ഇന്ന് ഈ വിദ്യാലയം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മകി അന്ന് റാങ്കിലുള്ള സമയത്ത് 5ാം റാങ്കും 7ാം റാങ്കും നേടിയ വിദ്യാലയമായിരുന്നു. നിങ്ങളെ കൂടെ പഠിച്ച ദർശനയുടെ പേര് ഈ വിദ്യാലയത്തിൽ മാസ്റ്ററുടെ പിന്നിൽ ടോപ്പേഴ്സിന്റെ മുന്നിൽ ആദ്യമായിട്ട് ദർശനയുടെ പേര് ഞാൻ ഇപ്പോഴും കാണാറുണ്ട്. ഇന്ന് ഈ വിദ്യാലയം മാവിയിൽ നേരത്തെ അവരെ സൂചിപ്പിച്ചതുപോലെ നല്ല നിലയിൽ നല്ല വിജയ ശതമാനവും ഏറ്റവും കൂടുതൽ A+ഉം തവണ ഒഴിച്ച് ലഭ്യമാകുന്ന വിദ്യാലയമാണ്. അത് കലാമത്സരത്തിലായിക്കോട്ടെ ശാസ്ത്ര മത്സരങ്ങളിലായിക്കോട്ടെ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാലയമാണിത്. ഇന്ന് സദസ്സിലിരിക്കുന്ന 5-6 പേരുടെ എനിക്കറിയുന്ന 5-6 പേരുടെ മക്കൾ ഇവിടെ പഠിക്കുകയോ പഠിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ സ്റ്റേജിൽ സദസ്സിലിരിക്കുന്ന സിന്ധു ടീച്ചർ എൻ്റെ മകളുടെ ഒരു നൃത്ത ചുവടുകൾ പഠിപ്പിച്ച അധ്യാപികയാണ്. എനിക്ക് ഈ അവസരത്തിൽ ഇങ്ങനെയൊരു അവസരം എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വേദിയിലിരിക്കുന്ന അധ്യാപകര് എൻ്റെ മകളെ പഠിപ്പിച്ചവരുണ്ട്.
ഭാര്യനെ പഠിച്ചവരുണ്ട്, മകളെ പഠിപ്പിച്ചവരുണ്ട്, വേദിയിലിരിക്കുന്ന അധ്യാപകർ എന്നെ പഠിപ്പിച്ചവർ ആരും ഇവിടെയില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഞാൻ പഠിപ്പിച്ചവരുണ്ട്, വേദിയിൽ സദസ്സിലുണ്ട്. എൻ്റെ ഒരു വേദി ട്രെയിനിങ് ആയിരുന്ന ടീച്ചർ ഇവിടെയുണ്ട്. പിന്നെ ഇങ്ങനൊരു വേദി, ഇങ്ങനൊരു അവസരം അറിഞ്ഞപ്പോൾ, ഇതിൽ ക്ഷണിച്ചപ്പോൾ ഇങ്ങനെ പങ്കെടുക്കാൻ ഒരവസരം കിട്ടിയതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഇത്ര മാത്രമേ പറയാനൂ. വരച്ചത് പ്രഭുല. പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും കാലനൂറ്റാണ്ട് പുറകോട്ട് പോയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ ഒത്തുകൂടാൻ അവസരമുണ്ടാക്കിയ ഇതിൻ്റെ മുഖ്യ സംഘാടക ദർശനക്ക് അവരുടെ സംഘാടന മികവാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ദർശനയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കൈമുട്ട് എൻ്റെ കൈ ഒഴിവില്ലായിട്ട. നിങ്ങൾക്ക് വീണ്ടും ഇവിടേക്ക് വരാൻ പ്രേരകമായിട്ടുള്ളത് ഈ സ്ഥാപനത്തോടുള്ള നിങ്ങളുടെ ഹൃദയബന്ധമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുനാഥന്മാരോടുള്ള സ്നേഹാദരവാണ്. നമുക്കറിയാം, ആധുനിക ഗുരു ശിഷ്യബന്ധവും അച്ചടക്കവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാലം പിറകോട്ട് പോകുന്നതോറും ഒരു ശിഷ്യ ബന്ധത്തിന്റെ മാറ്റ് വർദ്ധിക്കുകയാണ്. അങ്ങനെയൊരു തിരിച്ചുവരവാണ്, ആ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്താനുള്ള ഒരു പുതുക്കലാണ്, തിരിച്ചുവരവാണ് ഇതിലൂടെ നാം കാണുന്നത്. ഇതിന് ഈ കൂട്ടായ്മ കൂടുതൽ വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അതിന് എൻ്റെ ഭാഗത്തുള്ള എല്ലാ സഹായവും വീണ്ടും ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുകയാണ്. നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു. സാറും ടീച്ചറും പറഞ്ഞ പോലെ നന്നായിട്ടും പേരും ഇപ്പോഴുള്ള വിവരങ്ങളും പറയുന്നത് ഓർമ്മകളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ട് നടത്താൻ ഏവരെ സഹായിക്കും. ഓരോരുത്തരായി മുന്നോട്ട് വരാൻ ഇപ്പം കോഴിക്കോടാണ്. ഹസ്ബൻഡ് ബിൽഡറാണ്, വില്ല പ്രോജക്ട് ചെയ്യുന്നു. സ്വന്തമായി താമസം കോഴിക്കോട്. ഞാൻ ബിന്ദു AP. ഞാനിവിടെ സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ 11 വർഷമായിട്ട് മലയാളം ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഗൾഫിലാണ്. 2 മക്കളുണ്ട്. മോള് ഇപ്പോൾ +2, മോനിപ്പോൾ 10th സ്റ്റാൻഡേർഡ്. ഭർത്താവിൻ്റെ പേര് മനോജ് കുമാർ. മോള് ആദ്യ, മോൻ അദ്വൈത്. മോനിപ്പോൾ ഈ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്, 10ാം ക്ലാസ്. എൻ്റെ പേര് ദർശന. ഡേൽപിടിയിൽ താമസിക്കുന്നു. 15 കൊല്ലത്തോളം ബോംബെയിൽ വർക്ക് ചെയ്യുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട്. ഇപ്പം 3 കൊല്ലമായി സ്വസ്ഥം ഗൃഹഭരണം. 2 കുട്ടികളുണ്ട്. മൂത്ത മോള് അമൃത, ഇനി 4ാം ക്ലാസ്സിലേക്ക്. ഇടയത് 4 വയസ്സായി, ആല. ഭർത്താവിൻ്റെ പേര് വിനോദൻ, ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ മഹിജ, മൂടിക്കരയിലാണ് താമസിക്കുന്നത്. ഭർത്താവ് കോട്ടയത്തുകാരാണ്. 2 മക്കളുണ്ട്. +2. ഞാൻ ദീപ, എൻ്റെ ഭർത്താവ് സൈതറി. എൻ്റെ ഭർത്താവ് സൈതറി. എനിക്ക് ജോലിയുള്ളത് 2 മക്കളാണ്. ഞാൻ സജിത, എൻ്റെ ഭർത്താവ് ആർമിയിലാണ്. 2 മക്കൾ. മൂത്തയാൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. 2ാമത്തെ ആൾ സെൻട്രൽ സ്കൂൾ എഴുതിയിട്ടാണ്. എൻ്റെ പേര് റേഖ. ഭർത്താവിൻ്റെ പേര് സത്യഭ. നിലമ്പൂരാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഒരു മകളുണ്ട്, അർച്ചന. സിഗ്മി സാറെ പഠിക്കുന്നു. പറഞ്ഞിട്ടോടി പോയാൽ ഇത്ര നാളേക്ക്
പഠിക്കണ്ടെങ്കിൽ എന്താ ചെയ്യാൻ ഭക്ഷണം കഴിച്ചിട്ട് പോകും. ഭക്ഷണം വന്നിട്ടുണ്ട് കഴിച്ചിട്ട് പോകും. എൻ്റെ പേര് അനിത. ഞാൻ ഗവൺമെൻറ് ബസ് ടെക്നിക്കൽ സ്റ്റാഫായിട്ട് ഹലോ, എൻ്റെ പേര് അനിത. ഞാൻ ഗവൺമെൻറ് ബസ്സിലെ ടെക്നിക്കൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മോനുണ്ട്, ഇപ്പോൾ 10th പഠിക്കുന്നത്. ചാലക്കര UGHS-ൽ. ഭർത്താവ് ഡ്രൈവറാണ്, മത്സരിച്ച്. ഞാൻ ശ്രീമ. എനിക്ക് 2 കുട്ടികളാണ്. മൂത്തമ്മ ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കുന്നു. അതിലിപ്പം +2 പരീക്ഷ കഴിഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്നത് വടകരയിലാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ബഹറിനാണ്. സിന്ധുക്കെ എൻ്റെ ഭർത്താവ് 2 കടയിലാണ്, കമ്പ്യൂട്ടർ അക്കൗണ്ടൻറ്റ്. 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. മൂത്താൾ 2ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ 2.5 വയസ്സ്. ഞാനാരാണ് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോട് പറയേണ്ടതില്ല. എല്ലാവർക്കും എന്നെ അറിയാം. എൻ്റെ പേര് അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം എനിക്ക് ഈ വേദിയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഭർത്താവ് പോലീസിലാണ്, കൂത്തുപറമ്പ് സ്റ്റേഷനിൽ ഹെഡ് കോൺസ്റ്റബിൾ. മൂത്ത മോൻ SLC കഴിഞ്ഞ് BMD സ്കൂളിന്. 2ാമത്തെ മോൻ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. ഞാൻ ഈ 4 വരെ ഇവിടെ പാടാം. എനിക്ക് മറന്നുപോയതാണ്, എന്നാലും ഇപ്പോൾ എൻ്റെ പേര് രാജശ്രീ. ഇന്ന് പുറമേലാണ് കല്യാണം കഴിച്ചത്. ഭർത്താവിൻ്റെ പേര് ബാബു, ഗൾഫിലാണ്. 2 കുട്ടികളുണ്ട്. മോള് BCom സെക്കൻഡ് ഇയർ പഠിക്കുന്നു. മോൻ 10ാം ക്ലാസ് പാസ്സായി. മോളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ജോഷ്ന. എനിക്ക് 3 കുട്ടികളുണ്ട്. ഫൈനൽ മറ്റൊരു +2, ചെറുത് 4ാം ക്ലാസ്. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, ദാസൻ. എല്ലാവർക്കും ഓരോ മക്കളായിരുന്നു, അധികം അല്ലേ? 2 കുട്ടികളാണ്. മോള് 9ൽ, മോൻ 4th പഠിക്കുക. ഭർത്താവ് ഞാൻ റായ്പൂരിലാണ്, റായ്പൂർ ടീച്ചറായി നടത്തുന്നത്. ഭർത്താവ് ഇംഗ്ലീഷ് ഡെയിലി ന്യൂസ് പേപ്പറിൽ ജേർണലിസ്റ്റ്. ഞാൻ റജീന. എനിക്ക് 2 കുട്ടികളാണ്, 9 6. ഭർത്താവ് ഞാൻ രജീന. എൻ്റെ വീട് വടകരയാണ്. എൻ്റെ ഭർത്താവ് വെപ്പൂരിൽ ഡോക്ടറായി. 2 പെൺകുട്ടികളാണ്. മൂത്ത പഠിപ്പിക്കുകയായി. എൻ്റെ പേര് നിഷിത.
മൈക്കിന് കേൾക്കില്ല. എല്ലാ ടീച്ചേഴ്സിനും നമ്മൾ ക്ഷണിച്ച് പ്രത്യേകം ഈ ഓർമ്മക്കുട്ടേണ്ട പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇത്രയും ഭംഗിയായി സംഘടിപ്പിച്ചുകൊണ്ടുവന്ന ദർശനയ്ക്ക് എൻ്റെ വിധാനിക അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ അവളോട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരായിരം അഭിനന്ദനങ്ങൾ. അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ അധ്യാപകർക്കും ഈ വിദ്യാലയത്തിൻ്റെ പേരിലും ഞങ്ങളുടെ പേരിലും ഒരായിരം അഭിനന്ദനങ്ങൾ. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. ഞാനൊരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന ഓൺലൈൻ എക്സൻസിൽ കൊടുക്കും. രണ്ട് മക്കളെ അയാൾ 8ാം ക്ലാസ്സിൽ വസന്ത
സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? നന്ദി പ്രത്യേകം. ഇനി നന്ദി പ്രകടനത്തിനായി നമ്മുടെ ഗ്രൂപ്പിന്റെ എല്ലാമായ ഗ്രൂപ്പ് അഡ്മിൻ ദർശനാഭി ഏറ്റിരിക്കുന്നു. ഗുരുജനങ്ങളെ, ഈ വിദ്യാലയത്തിലെ അധ്യാപകരെ, ഈ വിദ്യാലയത്തിലെ മറ്റ് ജീവനക്കാരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി ഒരു വലിയ പ്രസംഗം പേപ്പറിൽ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ധൈര്യം പോയി. ആ പ്രസംഗം വേണ്ടെന്ന് വെച്ചു. അടുത്ത കടലാസിൽ നന്ദി പ്രസംഗം തയ്യാറാക്കി വന്നതാണ്. പക്ഷെ അതിനു മുമ്പ് 2 വാക്ക് പറയാം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കുന്നതിന്. ഏകദേശം 3 വർഷത്തോളമായി എൻ്റെ മനസ്സിലിട്ടുകൊണ്ടിരുന്ന ഒരു സ്വപ്നമാണ് ഇന്ന് ഈ സംഗമ സായാഹ്നത്തിലൂടെ സാധ്യമായിരിക്കുന്നത്. നമ്മൾ 10ാം തരം പൂർത്തിയാക്കിയതിൻ്റെ 25ാം വാർഷികമാണ് എന്നത് യാദൃച്ഛികമായി വന്ന ഒരു കാര്യമാണ്. പിന്നെ ഇന്ന് ഇവിടെ പ്രസംഗിച്ച ചിലരെങ്കിലും പറയുകയുണ്ടായി, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ എല്ലാവരെയും കണ്ടുപിടിച്ചു എന്നത്. നമുക്ക് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. വാട്സാപ്പും ഫേസ്ബുക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വാട്സാപ്പിലെ ഗ്രൂപ്പിൽ നമുക്ക് 14 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ 50 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. 52 ആൾക്കാർ. ബാക്കി എത്ര ഉണ്ടാവും? 14 35 36 ആൾക്കാർ. 36 ആൾക്കാരെ നമ്മൾ കണ്ടെത്തിയത് ബാക്കിയുള്ള സുഹൃത്തുക്കളിലൂടെയാണ്. ഒരാളെ കണ്ടുപിടിക്കും, ആ ആൾക്കാർ പിന്നെ ഒരു 3-4 ആൾക്കാരെ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു അത് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് അറിയില്ലെങ്കിലും അവരോട് സംസാരിച്ച് പല ബന്ധങ്ങളിലൂടെയുമാണ് ഓരോരുത്തരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പരസ്പരം എല്ലാവരെയും കണ്ടുപിടിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മളെ വിട്ടുപോയ 7 അധ്യാപകരെ വിട്ടുപോയി എന്നൊരു സത്യം അംഗീകരിക്കാൻ വളരെ വിഷമമുള്ളതാണ്. അവരെ അനുസ്മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ ഒന്നുകൂടി അനുസ്മരിക്കുന്നു. ശ്രീമതി PT സരസ്വതി ടീച്ചറാണ് എന്നെ ആദ്യമായി പ്രസംഗവേദിയിൽ എത്തിച്ചത്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് ധൈര്യം വന്നത് ആ ഒരു കാര്യം കൊണ്ടാണെന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗുരുജനങ്ങളും ഇന്നിവിടെ വരാത്തവരുമല്ല, എന്നെ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമെല്ലാം ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നന്ദിയോടെ ഓർമ്മിക്കുന്നു. നമ്മുടെ അധ്യാപകർ പകർന്നു തന്ന അറിവും അവരുടെ അനുഗ്രഹവുമാണ് നമുക്ക് ഈ ജീവിതയാത്രയിലെല്ലാം തുണയായത്. ഇനിയും മുന്നോട്ടും അത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്താൻ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുക എന്ന കടമയാണ് ഇന്ന് നിക്ഷിപ്തമായിരിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇന്ന് ആദരവ് സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെയും എൻ്റെ സഹപാഠികളുടെയും വകയെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇങ്ങനെയൊരു പരിപാടി ഈ വിദ്യാലയത്തിൽ നടത്താനുള്ള സമ്മതവും അതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തന്ന ഈ വിദ്യാലയത്തിന്റെ പ്രഥമാധ്യാപകൻ ശ്രീ രവീന്ദ്രൻ മാഷ്ക്ക് എന്റെയും സഹപാഠികളുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും പിന്തുണയും തന്ന് ഉദ്ഘാടനവും നിർവഹിച്ച ശ്രീ മുസ്തഫ മാഷ്ക്ക് എന്റെയും സഹപാഠികളുടെയും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്താൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഈ വിദ്യാലയത്തിലെ അധ്യാപകർ ശ്രീ സനത് സർ, ശ്രീ സുരേഷ് സർ, ശ്രീ മുരളി സർ വന്നിട്ടില്ലെന്ന് വന്നു. ഇന്നിവിടെ വന്ന ശ്രീ പവിത്രൻ മാഷ്, എല്ലാവർക്കും ഓരോരുത്തർക്കും എൻ്റെ സഹപാഠികളുടെയും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ നടത്തിപ്പിനായി വളരെയധികം സഹായിച്ച ഈ വിദ്യാലയത്തിലെ ജീവനക്കാരായ ശ്രീമതി പ്രജിത, ശ്രീ സജീവൻ എന്നിവർക്കും
എൻ്റെ സഹപാഠികളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി വിവിധ ഘട്ടങ്ങളിൽ തങ്ങളുടെ വിലപ്പെട്ട സമയം വിനിയോഗിച്ച സുഹൃത്തുക്കളായ ബിന്ദു AP, ബിന്ദു KV, ബിന്ദു VV, നിമ്മി, സരിത, പ്രഫുല, ചാന്ദിനി, പത്മിനി എന്നിവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ പരിപാടി വിജയകരമായി നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന ഓരോ സഹപാഠികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്നെ പിന്തുണച്ച എൻ്റെയും മറ്റെല്ലാ സഹപാഠികളുടെയും കുടുംബാംഗങ്ങൾക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇനി എല്ലാവരെയും ഭക്ഷണത്തിനായി ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ഈ ചായ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് മാത്രമേ എല്ലാവരും ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. എന്ത് മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ